എല്ലാവർക്കും സഫി സോമിന്റെ ഒരു കുട്ടി കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടി കുട്ടി വീഡിയോ എന്ന് പറയാനൊന്നുമില്ല. ഞാൻ എന്താ പറയാ, നമ്മളിവിടെ നിന്ന് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ എല്ലാം വാരി വലിച്ച് ആകെ വൃത്തികേടാക്കി ഇങ്ങനെ മെസ്സാക്കി വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഒരു 3-4 ദിവസത്തിനൊക്കെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. വേറൊരു വീട്ടിലോട്ട് പോവാണ്. അടിപൊളി വീടാണ്. നമ്മളിങ്ങനെ ഓരോ വീട് മാറുമ്പോഴും നമ്മളും മാറും. അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ മാറുന്നതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ തോന്നും സ്വന്തമായിട്ട് വീടൊക്കെ വേണമെന്ന് തോന്നും. പക്ഷെ ഇങ്ങനൊരു പ്ലസ് പോയിന്റ് അതിനുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഒരിടത്താണ് വീട് വെച്ച് താമസിക്കുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് അവിടുത്തെ ഒരു രീതിയായിട്ട് അങ്ങനെ അങ്ങ് ഇഴുകിച്ചേർന്ന് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഞാനും ഏട്ടനും താമസിക്കുന്നത് ബാലരാമപുരത്താണ്. ബാലരാമപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന് അവിടെ വെച്ചാണ് മോളായി. മോൾക്ക് ഒരു 1.5 വയസ്സ് വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ അതിനടുത്ത് തന്നെ വേറൊരു വീട്ടിലോട്ട് മാറി. നമ്മൾ അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടം വരെ ഏട്ടന് വന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചങ്ങ് വരെ വരാൻ നല്ല ദൂരമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് ഏണിക്കര വന്ന് നെടുമ്പാറ ഏണിക്കര ഒരു വീടിന്റെ സെല്ലാറിൽ താമസിച്ചു തുടങ്ങി. അപ്പൊ അവിടെ അത്ര രസമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വാടകയുടെ കൂടെ തന്നെ കറണ്ട് ബില്ല് അവർ 500 രൂപ തരുള്ളൂ. ബാക്കി നമ്മൾ ഇടണം. അപ്പം നമുക്കെന്നാണെങ്കിൽ ഒന്നുമില്ല, ഇൻഡക്ഷൻ കുക്കറോ അങ്ങനെ ഒന്നുമില്ല. ആകെ കൂടി ഉള്ളത് ഒരു കൊച്ചു ഫ്രിഡ്ജ് മാത്രമാണ് ഉള്ളത്. അപ്പം അതിന് നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരുന്നത് വാടകയുടെ നിന്നും കൂടുതൽ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു 4-5 മാസം ആ വീട്ടിൽ താമസിച്ചോളൂ. തൊട്ടടുത്ത് തന്നെ വേറൊരു വീടിൻ്റെ സെല്ലാറിൽ താമസം തുടങ്ങി. അവിടെ വെച്ചാണ് മോൻ ജനിക്കുന്നത്. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും മോൻ ജനിക്കുന്നതും ഒക്കെ അവിടെ വെച്ചാണ്. അത് കഴിഞ്ഞ് അവിടെ നമ്മളൊരു 4 വർഷത്തോളം, ഒരു 3-3.5 വർഷത്തോളം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ വരുന്നത് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മാറി നേരെ വരുന്നത് ചിറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മൾ താമസിച്ചു. അതൊരു കോമ്പൗണ്ടിനകത്ത് ഒറ്റ വീട്. അവിടെ നമ്മളൊരു 2 വർഷത്തോളം താമസിച്ചു. അപ്പോൾ മോനെയും സ്കൂളിൽ വിടാനായപ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ചെറുമുക്കിൽ ഒരു വർഷമൊക്കെ മാക്സിമം താമസിച്ചിരുന്നുള്ളൂ. കാരണം മോനെ അപ്പം 4 വയസ്സായി. മോനെ നമുക്ക് സ്കൂളിൽ ചേർക്കണം. നമ്മൾ അവിടെ നിന്ന് മാറി മോന് 3 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഏണിക്കരയിൽ നിന്ന് ഷിഫ്റ്റായി വന്ന് ഒരു വർഷം അവിടെ താമസിച്ചു. അപ്പം 4-ാമത്തെ വയസ്സിലാണ് മോനെ സ്കൂളിൽ ചേർക്കുന്നത്. നമ്മളങ്ങനെ അവിടുന്ന് കാരമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു, സ്കൂളിൻ്റെ കുറച്ചടുത്തായിട്ട്. അവിടെ നമ്മൾ 4 വർഷം ആ വീട്ടിൽ താമസിച്ചു. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ വീട്ടിൽ നിന്ന് താമസിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴത്തെ വീട്ടിലൊരു പയ്യൻ സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാനും മക്കളും മാത്രമൊക്കെ മുകളിലത്തെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ അങ്ങനെയൊന്നുമില്ല. കാരണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്താണ് ഒരാൾ തൂങ്ങി വെച്ചത് വിഷയമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ നിന്ന് മാറാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. നമ്മളിങ്ങനെ പാസ് ചെയ്ത് അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കേക്ക് മേക്കിംഗ് ഒക്കെ തുടങ്ങിയതും. നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ വെച്ച് നമ്മൾ ചെയ്തു. കുറേ ഗോൾഡൊക്കെ പണയായിരുന്നു, അതൊക്കെ എടുത്തു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ആ വീട്ടിൽ വെച്ച് സംഭവിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു. എവിടെയാ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. കല്ലയത്ത് വന്നു. കല്ലയത്ത് നമ്മൾ ഇതുവരെ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ നമ്പർ എടുത്ത് വെച്ച് വിളിച്ചു താമസിച്ചു തുടങ്ങി. ഇപ്പോൾ 1.5 വർഷം ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക്. അപ്പം നമുക്ക് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാലരാമപുരത്ത് നിന്ന് ഏണിക്കരയിലേക്ക് ഷിഫ്റ്റായി വരുമ്പോൾ, ബാലരാമപുരത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഓണം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു. നമ്മൾ എന്നിട്ട് ബാലരാമപുരത്ത് അടുത്ത വീട്ടിലോട്ട് പറയുമ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കംപ്ലൈൻ്റ് ആയി. പിന്നെ മേടിച്ചില്ല. പിന്നെ അടുപ്പ് തന്നെയാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നെടുമ്പാറയിലോട്ട് വരുമ്പോഴും നമുക്ക് ഈ ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഏണിക്കര അടുത്ത നെടുമ്പാറ തന്നെ അടുത്ത വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വെച്ചാണ് ഒരു മാരുതി 800 വാങ്ങുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ആക്റ്റീവ എടുക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി, റേഡിയോയോ അങ്ങനെ എന്തോ ഒരു വണ്ടി എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഞാൻ ഓടിച്ച് പഠിച്ചതും. അത് കഴിഞ്ഞിട്ട് ഒരു ആക്റ്റീവ എടുക്കുന്നതും അവിടെ വെച്ചാണ്
ഞാനൊരു പാനാസോണിക്കിൻ്റെ കൺവെൻഷൻ ഓവൻ വാങ്ങുന്നത്, ഒരു സ്റ്റാൻഡല്ല സോറി ഹാൻഡ് മിക്സർ വാങ്ങുന്നത് ഫിലിപ്സിൻ്റെ, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓവനൊക്കെ വാങ്ങി, ഓവൻ മേടിച്ചു. നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ ഏണിക്കര വഴി താമസിക്കുമ്പോഴത്തേക്കാണ് ഗ്യാസ് എടുക്കുന്നത്. അപ്പം അവിടുന്ന് നേരെ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഓരോന്നിങ്ങനെ കൂട്ടി വന്നു. പിന്നെ നമ്മൾ കാരമൂട് താമസിക്കുമ്പോഴാണ് ഓവനൊക്കെ വാങ്ങുന്നതും കേക്ക് മേക്കിങ്ങിലോട്ട് വരുന്നത്, ഓവൻ വാങ്ങുന്നത്. ഫ്രിഡ്ജ് മാറ്റി വലിയ ഫ്രിഡ്ജാക്കി, സാംസങ്ങിൻ്റെ വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ വന്നു. ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇവിടെ ചൂടായി നമ്മൾ AC വാങ്ങിച്ചു. ഇപ്പം നമ്മൾ TV വാങ്ങിച്ചു, പുതിയ TV വാങ്ങിച്ചു, വിയുവിൻ്റെ വലിയ TV വാങ്ങിച്ചു, സൗണ്ട് ബാർ മേടിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ സോഫ സെറ്റ് മേടിച്ചു. നമുക്ക് സോഫ ഇല്ലായിരുന്നു, സെറ്റി ഇല്ലായിരുന്നു, എല്ലാവരും കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ സെറ്റി വാങ്ങിച്ചു. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് മാറുമ്പോഴും നമുക്ക് ഓരോന്ന് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരുന്നു. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ അടുത്ത അപ്ഡേഷനിലോട്ടാണ് പോകുന്നത്. പുതിയ ആളുകൾ, ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആളുകളുടെയും ക്യാരക്ടർ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പം റെന്റ് ഹൗസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ആളുകളെ മനസ്സിലാക്കാനും നമുക്ക് സ്വയം അപ്ഡേറ്റ് ആവാനും പറ്റും. ഞാൻ നോക്കിയിട്ട് എനിക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ സ്വന്തം വീട് മതിയായിരുന്നു എന്ന് തോന്നും. പക്ഷേ നമ്മുടെ എന്താ പറയുക, അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസും, നമുക്ക് ഒരുപാട് ബന്ധങ്ങളും, ഒരുപാട് സ്നേഹിതരും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അറിയും. ഞാനിപ്പോൾ എവിടെയെങ്കിലും താമസിച്ചിനോട് ചെല്ലുമ്പോൾ സഫിയല്ലേ എന്ന് അറിയാൻ പറ്റും. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ചിലപ്പോൾ അടുത്ത വീട്ടിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്ന വീഡിയോ ആയിരിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അടുത്ത വീഡിയോയുമായിട്ട് സഫീസും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരേക്കും ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.